ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കല്യാണം കൂടാൻ പോവാണേ. അപ്പോൾ നമ്മൾ നയോമിയും അമ്മിയെല്ലാം കീഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ കുറച്ച് നടന്നിട്ടാണ് പോയിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് നടക്കുമ്പോഴേക്കും നമുക്ക് ഓട്ടോ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോന് നമ്മളങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായി. ഞാനും അമ്മിയും പിന്നെ എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു ആൻറ്റിയാണ് പോയിട്ടുണ്ടായത്. അതിലും ഏട്ടൻ്റെയും പിന്നെ അതുപോലെ തന്നെ സങ്കീർത്തേച്ചിൻ്റെയും കല്യാണം ഇന്ന് നവനീത് ഓഡിറ്റോറിയത്തിൽ കല്യാണം ഉണ്ടായിട്ടുണ്ടായേ. അടിപൊളിയായി. സ്റ്റേജ് ഡെക്കറേഷൻ ആയാലും ഏച്ചീനും ഏട്ടനും കാണാനുള്ള നല്ല രസമുണ്ടായിന്. പിന്നെ കുറേ ആളുണ്ടായി, നമുക്ക് അറിയുന്ന ആൾ തന്നെ കുറേ ആളുണ്ടായിന്. കണ്ടാ ഞാൻ അങ്ങനെ കുറേ ഫോട്ടോ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിൽ. പിന്നെ സൈഡിൽ എല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്നല്ല എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ഫാമിലി ഇപ്പോൾ 100 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗിവവേയും കാര്യങ്ങളൊക്കെ വേണ്ടിക്കൊന്നും പറയണേ ഗൈസ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഗിവവേ നടത്തണമെന്നുണ്ട്. പക്ഷെ നിങ്ങളാരും സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഗൈസ് നടത്തുള്ളൂ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഏച്ചിയും ഏട്ടനും. നല്ല രസമുണ്ടായിരുന്നു. ഏച്ചി നല്ല റെഡ് സാരിയിൽ നല്ല ഗോൾഡൊക്കെ ഇട്ട് നല്ല ലോട്ടസിൻ്റെ ആ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേട്ടാ വരമാല നല്ല രസമുണ്ടായിരുന്നു. കാണാൻ കുറേ ആളുണ്ടായിരുന്നു അത്യാവശ്യം. കണ്ട ഏച്ചി അധികം അങ്ങനെ എന്താ പറയണ്ടേ, ഓവറാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര സിമ്പിളായി നല്ല ഭംഗി ഉണ്ടായിരുന്നു. ആ സിമ്പിളായാലും ചേരുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണമെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്നതിന് മുന്നെയാണ് ഗൈസ് ഈ കാഴ്ച കണ്ടത്. എൻ്റെ മോനെ ഞെട്ടിപ്പോയിന് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പ്രതീക്ഷിക്കാണ്ട് ഉണ്ടായതാണ്. ചിമ്പാൻസിയും അതുപോലത്തെ നമ്മളെ ക്യൂട്ടായിട്ടുള്ള മറ്റൊരു ബൊമ്മയും പിന്നെ വേറൊരു ചെന്നായിനെ പോലത്തെ ഒരു സാധനം, അങ്ങനെ 3 സാധനം ബൊമ്മകളുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ കലാപരം പോയിട്ടുണ്ടായിരുന്നു മക്കളെ. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം വന്നിട്ട് കിടലും തന്നെ കിടലം സദ്യയാണ്. എൻ്റെ അപ്പ കുറേ കാലത്തിന് ശേഷം കഴിച്ചു. അങ്ങനെ ഇത്രയൊക്കെ 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ.